നമസ്കാരം സർ. നമസ്കാരം. നിങ്ങളുടെ തനിച്ചാണോ? അല്ല സർ, സെർവന്റ് ഉണ്ട്. അവരെവിടെ? അവരുടെ മോന് സുഖമില്ലാത്തോണ്ട് വീട്ടിലൊന്ന് പോയിരിക്കുക. എത്ര ദിവസമായി പോയിട്ട്? 2 ദിവസമായി. SI മാർട്ടിനുമായിട്ട് നിങ്ങളുടെ ബന്ധം? ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. എന്ത് കേസ്? അതിർത്തി കേസാ. പറമ്പിന്റെ അതിർത്തിയിൽ മതിൽ പണിതപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് കയറ്റിയാ പണിതത്. SI മാർട്ടിൻ എന്ന് നിങ്ങളെ വഴിവിട്ട് സഹായിച്ചു കാണുമല്ലേ? അത് അങ്ങനെ പറയാൻ പറ്റില്ല സാറേ. അദ്ദേഹം സത്യത്തിന്റെ കൂടെയായിരുന്നു. അന്നു മുതൽ തുടങ്ങിയതാണോ നിങ്ങളുടെ ഈ ബന്ധം? അത് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സുഹൃത്തുക്കളായി. മാർട്ടിന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് ശത്രുക്കളുണ്ടെന്ന് പറയാറുണ്ട്, പക്ഷേ ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല. അന്നേ ദിവസം പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ആരൊക്കെയോ അദ്ദേഹത്തെ സ്ഥലം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ആര്? പേര് പറഞ്ഞില്ല. നിങ്ങൾക്ക് ഈ കൊലപാതകമായിട്ട് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞാൽ? ഞാൻ നിഷേധിക്കും സർ. എന്തുകൊണ്ട്? എനിക്ക് കേസിൽ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. മാർട്ടിൻ അവസാനം വന്നത് ഇവിടെയാണ്. നിങ്ങളുടെ മേൽ ഞങ്ങളുടെ നിരീക്ഷണം ഉണ്ടാവും. എന്തെങ്കിലും മറച്ചു വെച്ചാൽ ഞങ്ങൾ അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഞാൻ സത്യം മാത്രമേ പറയൂ. ഞങ്ങൾ ഇനിയും വരും. ആവശ്യമെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. ഓ ശരി സർ, ശരി. എന്താ സാറേ? നിങ്ങൾക്ക് ഈ അടുത്ത വീട്ടിലെ ആലിസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഭർത്താവ് മരിച്ചപ്പോ പോലും കരയാത്ത സ്ത്രീയാ സാറേ. ഓ, മരിച്ച ആ സാറ് പലപ്പോഴും അവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരായിട്ട് അവർക്ക് ഇടപാടുണ്ടെന്നാ കേൾക്കണേ. ഓ, വേറെ ആരെങ്കിലും അവിടെ വന്നു പോകാറുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല സാറേ. നാട്ടുകാർ പറയണത് അവർക്ക് പലരുമായിട്ട് ബന്ധമുണ്ടെന്നാ. പിന്നെ സാറേ, അവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയായിരുന്നേ. അയാളെ നേരാവണ്ണം ചികിത്സിച്ചിട്ടില്ല. പുഴുത്തു കഴിഞ്ഞ അയാൾ മരിച്ചത്. അപ്പോ അയാൾക്ക് ബന്ധുക്കളാരുണ്ടായിരുന്നില്ലേ? ഇവളുടെ ഗുണോദ്ധാരം കൊണ്ടേ ആരും ആ പടി കയറൂലാന്നേ. ഇവളെ അയാള് പ്രേമിച്ച് കിട്ടിയതല്ലേ. അതിന്റെ എതിർപ്പും വീട്ടുകാർക്കുണ്ടായിരുന്നു. സാറിനോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. എന്നെ സാക്ഷിപ്പട്ടികയിലൊന്നും പെടുത്തല്ലേ സാറേ. ഈ പ്രായത്തിൽ ഇനി കോടതി ഒന്നും കയറി ഇറങ്ങാൻ പറ്റൂല സാറേ. ഹേയ്. ശരി, ഓക്കെ. ശരി സാർ. എന്നാ പോട്ടെ. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും നമുക്ക് എന്ത് പ്രോഗ്രസ് ആണുള്ളത്? മാർട്ടിന്റെ കാർ പരിശോധിച്ചതിൽ നിന്നും നമുക്കൊന്നും കണ്ടെത്താനായില്ല സാർ. പിന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും ഹോണടിച്ച വണ്ടിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്പർ പ്ലേറ്റ് പേപ്പർ വെച്ച് മറച്ചിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷന് മുമ്പിൽ വരുന്നതിന് അരമണിക്കൂർ മുമ്പ് കൊലപാതകം നടന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പിന്റെ CCTVയിൽ ആ വണ്ടി കാണുന്നുണ്ട് സാർ. മാർട്ടിന്റെ സർവീസ് ഹിസ്റ്ററി വളരെ മോശമാണ് സാർ. പലതവണ പനിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ചിട്ടുണ്ട്. കൈക്കൂലി കേസ്, പെണ്ണ് കേസ്, കൂടാതെ പ്രതിയെ മർദ്ദിച്ചു കൊന്ന കേസ്. പരാതിക്കാരെ ഒരു സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ സസ്പെൻഷനും വാങ്ങിച്ചിട്ടുണ്ട്. ആലിസിന്റെ മൊഴി? അയൽക്കാരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ സ്ത്രീ അത്ര നല്ലോണമല്ല സാർ. ഓക്കെ. എനിവേ, ഒരു പോലീസുകാരന്റെ മർഡറാണ്. മുകളിൽ നിന്ന് എനിക്കുള്ള പ്രശ്നം അറിയാമല്ലോ. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്തിയില്ലെങ്കിൽ അത് ഡിപ്പാർട്ട്മെന്റിന് തന്നെ നാണക്കേടാണ്. അറിയാം സാർ. ഫോറൻസിക് റിപ്പോർട്ട് ഇന്ന് വരും സാർ. ശരി. ഹലോ സുമേ. എവിടെ ഇപ്പോ? നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ. ഇന്ന് ഓഫീസിൽ ഇതൊരു തിരക്കുണ്ടായിരുന്നു, അതാ ഞാൻ വിളിച്ചിട്ട് എടുക്കാതിരുന്നത്. ആ, മോളെ ഉറങ്ങിയോ? ആ, മോള് കാത്തിരുന്നുറങ്ങിപ്പോയി. അത് സാരമില്ല. അവൾക്ക് ഞാൻ നല്ലൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതെ, രാവിലെ അത് കാണുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവും. പിന്നെ
നിന്റെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂറിനകത്തെത്തും. ഓക്കെ. ഓക്കെ, ശരി. സാറേ, എന്തേ? അടുത്ത ജംഗ്ഷൻ വരെ ലിഫ്റ്റ് തരുമോ? നോ 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 നോ, പ്ലീസ് സാർ, അടുത്ത ജംഗ്ഷൻ ഇറങ്ങിക്കോളാം. ഒന്ന് പോയിടും. ഒന്ന് ഹെൽപ്പ് ചെയ്യ് പ്ലീസ് സാർ, പ്ലീസ്. എത്രയായി? 100 രൂപ. ദാ. അത് ശരി. ഗിഫ്റ്റുമായിട്ട് അരമണിക്കൂറിനുള്ളിൽ വരാന്ന് പറഞ്ഞിട്ട് ഇതോടെ വെച്ചിട്ട് ആളങ്ങോട്ട് മുങ്ങി. അതെങ്ങനെയാ? ക്ലബിൽ പോയി 2 എണ്ണം അടിക്കാതെ ഉറക്കം വരില്ലല്ലോ. എന്താണാവോ സർപ്രൈസ് ഗിഫ്റ്റ്?